ലക്ഷ്മി നാരായണ വിദ്യാനികേതൻ പാലപ്പുറം ആൻഡ് ലക്ഷ്മി നാരായണ ജൂനിയർ സ്കൂൾ ഒറ്റപ്പാലം. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ അരിയൂർ തെക്കുമുറി വായനശാലയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന തണ്ണീർ പന്തലിൽ ആളുകൾക്ക് ദാഹം തീർക്കാനായി നൽകിയത് തണ്ണിമത്തനാണ്. 1000 പേർക്ക് തണ്ണിമത്തൻ ജ്യൂസായി നൽകിയാണ് ദാഹിച്ചെത്തുന്നവർക്ക് ആശ്വാസം പകർന്നത്. തണ്ണിമത്തന്റെ തണുപ്പുമായി ആദിത്യനഗർ റെസിഡൻസ് അസോസിയേഷൻ തണ്ണീർ പന്തലിൽ. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ അരിയൂർ തെക്കുമുറി വായനശാലയുടെ നേതൃത്വത്തിൽ നടത്തുന്ന തണ്ണീർ പന്തലിൽ ഇന്ന് തണ്ണിമത്തനാണ് ആളുകൾക്ക് ദാഹം തീർക്കാനായി നൽകിയത്. വേനൽക്കാല കുടിവെള്ള വിതരണം 27 ദിവസം പിന്നിടുമ്പോൾ അരീക്കപ്പാടം, മൈലുംപുറം വാർഡുകളിലെ ആദിത്യനഗർ റെസിഡൻസ് അസോസിയേഷനും കൈകോർക്കുകയാണ്. വേനൽ ചൂടിൽ ദാഹിച്ചെത്തുന്നവർക്ക് ശീതളപാനീയം നൽകുന്ന പ്രവർത്തനം ഒറ്റപ്പാലത്തിന് അഭിമാനകരമാണ് എന്നാണ് അസോസിയേഷൻ പ്രസിഡന്റ് അച്യുതൻ കുട്ടി പറഞ്ഞത്. താലൂക്ക് ആശുപത്രിയിൽ എത്തുന്ന 100 കണക്കിന് രോഗികൾക്ക് വലിയ ആശ്വാസമാണ് ഈ പ്രവർത്തനം എന്നും അദ്ദേഹം പറഞ്ഞു. നാടിന്റെ ദാഹം തീർക്കാനായി നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തേണ്ടത് നാട്ടിലെ ജനങ്ങൾ തന്നെയാണ്. ആ നിലയ്ക്കാണ് ആദിത്യനഗർ നാട്ടുകൂട്ടം കൂടെ നിന്നത്. എത്ര പണം നൽകിയാലും ഇത്തരമൊരു പ്രവർത്തനം, അതും തുടർച്ചയായി 27 ദിവസം മുടങ്ങാതെ നൽകാൻ ഒരാൾക്കും കഴിയില്ല. ആ പ്രവർത്തനം കഴിഞ്ഞ 7 കൊല്ലമായി ഏറ്റെടുത്ത് നടത്തുന്ന വായനശാലയുടെ പ്രവർത്തകരെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നതായി അസോസിയേഷൻ ട്രഷറർ പി സുരേന്ദ്രൻ പറഞ്ഞു. തണ്ണീർ പന്തലിലെ കുടിവെള്ള വിതരണം നോക്കി കാണാൻ അസോസിയേഷന്റെ മറ്റു ഭാരവാഹികളും എത്തിയിരുന്നു. 1000 പേർക്ക് തണ്ണിമത്തൻ ജ്യൂസ് നൽകിയാണ് ദാഹിച്ചെത്തുന്നവർക്ക് ഇന്ന് ആശ്വാസം പകർന്നത്. നാടിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനും അതിന് നാട്ടുകാരെ ഒന്നിപ്പിച്ചുകൊണ്ട് നേതൃത്വം കൊടുക്കാനും ആദിത്യനഗർ അസോസിയേഷന്റെ ഭാരവാഹികൾ കാണിക്കുന്ന വേറിട്ട പ്രവർത്തനങ്ങൾ മറ്റ് അസോസിയേഷനുകൾക്ക് മാതൃക തന്നെയാണ്. കെ ശങ്കുണ്ണി, ഫ്രാൻസി, കരുണാകരൻ, കുടുംബശ്രീ ADS ശോഭന എന്നിവർ കുടിവെള്ള വിതരണത്തിന് നേതൃത്വം നൽകി.